ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചായ, പിന്നെ കുറച്ച് കപ്പലണ്ടി, ബിസ്ക്കറ്റ്, പിന്നെ ഒരു റോബസ്റ്റ്. രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. കുട്ടികൾക്ക് ചോറ് വാരി കൊടുത്തിട്ടാണ് പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടേ. അപ്പം പിന്നെ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പഴം ഇരിക്കണ്ടായി, പഴവും പിന്നെ പിള്ളേരെ ബിസ്ക്കറ്റും പിന്നെ കുറച്ച് കാപ്പിലണ്ടി ഇരിക്കണ്ടായി, അതും പിന്നെ ചായക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ, നല്ല കട്ടൻ ചായ. അങ്ങനെ ചായ കുടിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം 10 മണി ആവാറായി. ഞാനിപ്പോഴാണ് കുടിക്കുക. എല്ലാവരും ഇട്ട് സെറ്റായി കഴിയുമ്പോഴാണ് കുടിക്കുന്നത്. ഉച്ചക്കത്തേക്ക് പയർ കുക്കറിലിട്ടിട്ടുണ്ട് വേവിക്കാനായിട്ട്. അപ്പം ഏട്ടായിക്ക് ഇവിടെ അടുത്ത പണി. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാൻ വരും. അപ്പം അപ്പോഴേക്ക് ആക്കിയാൽ മതി. കുക്കറിൻ്റെ വിസിലാണ് കേട്ടോ കേൾക്കണേ. ഇന്നലെ വന്നപ്പോൾ മേടിച്ചിട്ടുണ്ട് ഏട്ടായി കപ്പലണ്ടി. അപ്പം അങ്ങനെ. അപ്പം ഇന്നലെ ഞാൻ തിന്നില്ല, ഞാൻ എടുത്ത് വെച്ചു. കാരണം അവർ പിള്ളേരൊക്കെ തിന്നു, ഞാൻ എടുത്ത് വെച്ചു. പിന്നെ അവർ മൂടുണ്ടായില്ല. കാരണം അർജുൻ്റെ കാര്യം കേട്ടിട്ട് തന്നെ മണ്ണിൻ്റെ അടിയിൽ എത്ര ദിവസമായി ഭയങ്കര സങ്കടം. എനിക്ക് ഒന്നാമതൊരു വിഷമം വന്നാൽ അപ്പം ബി കൂടി സങ്കടം വരും, തലവേദന എടുക്കും. എൻ്റെ മോനെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ, വേഗം കണ്ടെത്താൻ പറ്റട്ടെ. ഒരു കുഞ്ഞു ജീവൻ്റെ തുടിപ്പെങ്കിലും ആൾക്ക് ഉണ്ടാവട്ടെ, ജീവൻ വീണ്ടും കിട്ടട്ടെ. ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതന്നെ ഇപ്പം മനസ്സിൽ ഞാൻ എന്നും കാലത്ത് തന്നെ എന്ന് രാവിലെ എനിക്ക് വാർത്ത വെച്ച് കണ്ടെത്താണ് പിന്നെ പണികൾ എടുക്കുള്ളൂ. എനിക്കതിന് ഒരു സമാധാനം ഇല്ല. ഒരു കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. വേഗം രക്ഷപ്പെടുത്താൻ പറ്റട്ടെ. എനിക്ക് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേട്ടവന് ഭയങ്കര സങ്കടമാണ്. നമുക്കെല്ലാവർക്കും ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എത്ര ദിവസമായി, 10ാമത്തെ ദിവസമായിപ്പോഴും മണ്ണിൻ്റെ അടിയിൽ തന്നെ. 10 ദിവസം മണ്ണിൻ്റെ അടിയിൽ ഓക്സിജൻ ഒന്നും കിട്ടാണ്ട് എന്തോ ഒരു അവസ്ഥ പോലെ. അയ്യോ, ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അങ്ങനെ അപ്പം അങ്ങനത്തെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പം നിങ്ങളെല്ലാവരും ചായ കുടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.